നാട്ടിൽ നിന്ന് ഷവർമ തിന്നാൻ പേടിച്ചിട്ടാണ് കർണാടകയിലേക്ക് വന്നത്. ഇവിടുത്തെ ഷവർമ എങ്ങനെ ഉണ്ടാന്ന് പഠിച്ചോരറിയാം. അല്ല ഈ ഷവർമ എന്താ മിണ്ടാത്തെ? എങ്ങനെ മിണ്ടാനാ? കമ്പിന്റെ ഉള്ളിൽ കുത്തി പരിപ്പളക്കി കളഞ്ഞില്ലേ? അത് കൂടാണ്ട് വലിയ കത്തി വെച്ച് തലങ്ങനെയും ബലങ്ങനെയും കൊത്തും. എന്നിട്ട് പേര് ഷവർമ. ഇത്രയും കൊത്തുള്ള ഈ കോഴി എന്ത് തെറ്റിയത്? കല്യാണ പ്രായം കഴിഞ്ഞിരിക്കുന്ന കോഴിയാ. ഇതെല്ലാം ആരോട് പറയാൻ? കഥ പറഞ്ഞ് സമയം പോയി അറിഞ്ഞില്ല, ഷവർമ റെഡി. എല്ലാ മോനെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, മുഖം ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ചുരുട്ടിയല്ലേ? ഇനി തുറന്നോക്കാം. സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് വാങ്ങി മുറിച്ച പോലെ ചുരുട്ടിയ ഷവർമ തുറന്നാലുള്ള അവസ്ഥ. അങ്ങനെയാണെങ്കിൽ പിന്നെ ചുരുട്ടേണ്ട ആവശ്യമില്ല. ചിക്കനും കേബേജും കുക്കമ്പറും ഉള്ളിയും എല്ലാം ഉണ്ട്. സംഗതി ഷവർമ കണ്ടുപിടിച്ച് ചങ്ങായിക്ക് പോലും അറിയാൻ പറ്റൂല ഇതെന്താ സാധനം. നമ്മൾ ഇന്ത്യയിൽ ഇങ്ങനെയാണ്. നമ്മളെ കുറച്ച് ചങ്ങായിമാരുണ്ട്. ഓല് 3 ഷവർമ തിന്ന് ആകെ ടയർഡ് ആയിട്ടുള്ളത്. എന്തായാലും വീരാജ്പേട്ടയിൽ വന്നിട്ട് നല്ല ഷവർമനെ കഴിച്ചു. വീരാജ്പേട്ടിൽ നിന്ന് നാട്ടിൽ തിരിച്ചു വരുന്ന സമയത്താണ് ഇങ്ങനൊരു കട കണ്ടത്. വേറൊരു കാര്യം, ഇവിടെയുള്ള എല്ലാം മലയാളികൾ തന്നെയാണ്. എന്നാ പിന്നെ കർണാടക മാറ്റിട്ട് കേരളം തന്നെ ആക്കിയാലോ? ലോകത്തേടെ പോയി കഴിഞ്ഞാലും മലയാളികൾ ഉണ്ടാവും. മലയാളി പൊളിയല്ലേ? മലയാളി ഇല്ലാണ്ട് ഒരു പരിപാടിയില്ല. ഹോട്ടലിന്റെ പേര് കാണുന്നില്ല, മലബാർ ഹോട്ടൽ. ചെയ്യാമോ? വെച്ച് എന്താ